വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ബംഗാളി തൊഴിലാളിയുടെ വേഷവും അതുപോലെ തന്നെ വെപ്രാളവും കാര്യമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, മൊത്തത്തിൽ പെട്ടിരിക്കുവാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, നമ്മൾ ഈ വീട് മാറുകയാണ്, താഴത്തെ നിലയിലോട്ട് മാറുക, അപ്പുറത്തെ ബ്ലോക്കിൽ. എവിടുന്ന് എങ്ങനെ തുടങ്ങും, അതാണ് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. കാണുന്നതെല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പറക്കി വെക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് മൂവേഴ്സും പാക്കേഴ്സും കേട്ടോ. നമ്മുടെ കമ്പനി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ വിട്ടു തരും. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നു അതുപോലെ അവർ നമ്മുടെ പുതിയ വീട്ടിലോട്ട് വെച്ച് തരും. അതിനപ്പുറം അവർക്കൊന്നും അറിയത്തുമില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. കുറേ കഷ്ടപ്പാട് തന്നെയാണ്. എനിക്ക് തന്നെ അറിയത്തുള്ളൂ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ എന്താന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, ബാക്കി അങ്കുവിൻ്റെ അക്കയും കൂടെ ചെയ്തേ പറ്റത്തുള്ളല്ലോ. അപ്പം അങ്കുവിൻ്റെ കുറേ പഴയ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതൊക്കെ ഞാനങ്ങ് കളയുക കേട്ടോ. അത് സൂക്ഷിച്ച് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, കഴിഞ്ഞ വർഷത്തെ ബുക്കൊക്കെയാണ്. ഈ വീട് ഷിഫ്റ്റിങ് ഇത്രയും ബുദ്ധിമുട്ടാന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പറക്കി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അവിടെ ഒരു അടുക്കും പറക്കലും ഒക്കെ ഉണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. കാരണം നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. എത്ര പേരിനി നമ്മൾ പൈസ കൊടുത്ത് നിർത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ഒരു തൃപ്തിയിൽ അതാകത്തുമില്ല. നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ആകെ ഒരു സമാധാനം എന്താ വെച്ചാൽ ഇതുപോലത്തെ തന്നെയാണ് അവിടുത്തെ വീടും. അപ്പോൾ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെ വെക്കണം എന്ന് ഏകദേശം ഒരു ഐഡിയയോടുകൂടി നമുക്ക് പോകാം. പക്ഷെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്, കിച്ചണൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്കു നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ലാസ്റ്റ് ഡേ ആണ്. ഇനി നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നേ കാണിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതെന്തായാലും എടുത്തു. മഴ പെയ്യാതിരുന്നാൽ മതി ഈശ്വരാ, അതാണ് എൻ്റെ പ്രാർത്ഥന. അവന് ഞാൻ ടിഫിനൊന്നും കൊടുത്തു വിട്ടില്ല കേട്ടോ. പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞു. കാരണം ഈ തിരക്കിനിടയ്ക്ക് അടുക്കളയിൽ നിന്നൊക്കെ എന്തുണ്ടാക്കി കൊടുക്കാനാ. വ്യാഴവും വെള്ളിയായിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. കർക്കിടകത്തിന് മുന്നേ നമുക്ക് കയറണം. അപ്പോൾ വെള്ളിയാഴ്ച നല്ലൊരു ദിവസം ഉള്ളതുകൊണ്ട് അന്നം കയറാമെന്ന് വിചാരിച്ച് ചെറിയൊരു പാലച്ചലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി ലീവാണ്. വ്യാഴാഴ്ച കുറച്ച് ലേറ്റ് ആയിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ഡേ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ലാസ്റ്റ് ലഞ്ച് ഉണ്ടാക്കിയതാ. ഉണക്കക്കൊഞ്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അമ്മ ജസ്റ്റ് ആയിട്ടൊന്ന് വറുത്ത് തന്നായിരുന്നു. അത് കുറച്ച് സാമാന്യം വലുതായിരുന്നു. അപ്പോൾ ഞാൻ തലയും വാലും പിച്ചി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നടുഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അരപ്പും അരച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഉണക്കക്കൊഞ്ച് പാറു ഏതോ അവർക്ക് അറിയാവുന്ന ഒരു വീട്ടിൽ നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ച് തന്നതാട്ടോ. അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഉണക്കക്കൊഞ്ചൊക്കെ നമുക്ക് അല്ലാതെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കുറച്ച് നേരം ഒന്ന് കുതിർത്തിട്ടു. പിന്നെ തക്കാളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പിലേക്ക് നമുക്ക് ഈ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ അരപ്പ് ചട്ടിയിലേക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉണക്കക്കൊഞ്ച് കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർത്തൊന്ന് കഴുകിയെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഈ ഉണക്കക്കൊഞ്ചിൽ ഓൾറെഡി ഉപ്പ് ഉള്ളത്. ഒന്ന് തിളച്ച് വന്ന് അത് പിടിച്ചതിന് ശേഷം ബാക്കി ഇട്ട് കൊടുത്താൽ അതിന് വിചാരിച്ചു. ചിലപ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ടല്ലോ. ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കും. പിന്നെ ദേ അരിയും കുറച്ച് അടുപ്പിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ കുറച്ച് പാൽകഞ്ഞി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് മധുരവും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുക്കറിലേക്ക് അരി ഇട്ട് കുറച്ച് പാലും വെള്ളവും ആക്കി നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തുറന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തുള്ളൂ, ബാക്കി പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഫ്ലേവറിനായിട്ട് ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കി നമ്മുടെ പാൽക്കഞ്ഞീൻ്റെ റെഡിയാക്കി എടുത്തു. ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന്. രാക്കയും ഓഫീസിൽ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് കുറച്ച് ലേറ്റായിട്ട്. സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി ബാക്കി വെക്കും. അപ്പം പിന്നെ മാറ്റാൻ സമയമാകുമ്പോൾ രാക്കയെ വരാമെന്ന് പറഞ്ഞു. ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. കാരണം നാട്ടിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ, അപ്പോൾ ലീവൊക്കെ ആയില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഞാനിങ്ങനെ ഒതുക്കിയായിരുന്നു. ചെരുപ്പൊക്കെ രാക്കെ ഉള്ളപ്പോഴാട്ടോ രാവിലെ. അപ്പം ആ വീഡിയോയാ. ചെരുപ്പൊക്കെ അങ്ങനെ ചാക്കിലൊക്കെ കെട്ടി വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ആവശ്യമില്ലാത്തൊക്കെ അങ്ങ് കളയാമെന്ന് വിചാരിച്ചു. കുറേ അല്ലാതെ നല്ലതും ഒക്കെ ഉള്ളതുണ്ട്. 12 വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ. അപ്പം 12 വർഷത്തെ സാധനങ്ങളെല്ലാം അങ്ങനെ വെച്ചേക്കുകയാണേ. ഇതൊക്കെ കുറേ കളയാനുള്ളത് കളയണം, അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ളത് കുറച്ചൊക്കെ കൊണ്ടുപോകും. ബാക്കി അവിടെ ചെന്നിട്ടും വേണ്ടാത്തൊക്കെ അവിടെ ചെന്നിട്ടാലും കളയാമല്ലോ എന്ന് വിചാരിച്ചു. ആകെ മൊത്തത്തിൽ അങ്ങ് ക്ഷീണമായി. കാരണം നമ്മൾ ഇപ്പം ട്രിപ്പ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പിന്നെ ഉടനെ തന്നെ മാറുകയും വേണം. ഇപ്പോൾ വിചാരിക്കുന്നത് ശരിക്കും നാട്ടിൽ പോകുന്നതിന് മുന്നേ മാറിയിട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ സമാധാനമായിട്ട് നാട്ടിൽ നിന്ന് വന്നങ്ങ് കിടക്കാമായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ചെറുതായിട്ടൊരു വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട്. അതൊക്കെ മാറിയതിന് ശേഷം പിന്നെ അതേ നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം.
എത്ര പേര് പൈസ കൊടുത്ത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന പോലെ ഒരിക്കലും ആവത്തില്ല. നമുക്കൊരു തൃപ്തിയും സമാധാനവും കിട്ടത്തുമില്ല. കാരണം നമ്മൾ ജീവിക്കാനുള്ള വീടല്ലേ. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. അടുക്കളയൊക്കെ കംപ്ലീറ്റ് പൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തെങ്കിലും അങ്ങ് കഴിക്കുന്നേ ഉള്ളൂ. രാത്രി ഓഫീസിൽ നിന്ന് കഴിക്കും. അങ്കുവിന് സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിന്നറും ഇവിടുത്തെ നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്നും എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുന്നേ ഉള്ളൂ. കാരണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടി പാടാവത്തേ ഉള്ളൂ. നമുക്കൊരു പണി നടക്കത്തില്ല. 2 ദിവസം കൊണ്ട് ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എൻ്റെ അനിയത്തി ഞാൻ കാണിച്ചല്ലോ, പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ അവളുടെ കഷ്ടപ്പാട് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല കഷ്ടപ്പാടാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീട് മാറിയവർക്ക് അതറിയാം. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 12 വർഷത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ അടിഞ്ഞിരിപ്പുണ്ട്, നല്ലതും ആവശ്യമില്ലാത്തതും. അതൊക്കെ ഈ 2 ദിവസം കൊണ്ട് തരംതിരിഞ്ഞ് എടുക്കുക എന്ന് വെച്ചത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് ശരിക്കും വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞില്ലെങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ശരിക്കും ഇതൊരാക്കെ എടുത്തു തരുന്നത് കേട്ടോ. സ്റ്റാൻഡൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും അങ്ങോട്ട് റെഡി ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രാക്കയോട് പറഞ്ഞ് എന്തായാലും നമ്മുടെ വ്ളോഗിലും കൂടെ ഒന്ന് ഇട്ടേക്കാം. അങ്ങനെ ഓരോ റൂമിലോട്ട് വരുമ്പോഴും എനിക്ക് തലറങ്ങിക്കൊണ്ടിരിക്കുക, ഇത് എന്ത് ചെയ്യണമെന്ന്. എന്തായാലും ചെയ്തേ പറ്റത്തുള്ളേ. നമ്മുടെ പുതിയ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പഴയ വീട് പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. കിച്ചൺ മാത്രം നമ്മുടെ കബേർഡ്സ് ഇപ്പത്തെ സൈഡാന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. കുക്കിങ്ങിന് നിൽക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലോട്ടായി. ഇതാണ് ബാൽക്കണി. ഇവിടെ നിന്ന് അങ്കിത്ത് സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ കാണാം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പെയിൻ്റൊക്കെ ചെയ്ത് നീറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഒന്ന് തൂത്ത് തുടച്ചിടാലോ വെച്ചിട്ട് നമ്മുടെ മെയ്ഡിനെ കൊണ്ടുവന്നെയാണ്. സാധനങ്ങൾ എന്തായാലും ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമല്ലോ. നമ്മുടെ പഴയ വീട് പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. കാരണം ഈ വീട് വെച്ചിട്ടൊരു 3-4 വർഷമേ ആകുന്നുള്ളൂ. നമ്മൾ പണ്ട് താമസിച്ച വീട് വെച്ചിട്ടൊരു 10-13 വർഷമായി. അപ്പം അതിൻ്റെതായ കൺസ്ട്രക്ഷൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കാരണം തടി കുറച്ച് മാറ്റിയിട്ട് അവർ കൂടുതലും മെറ്റൽ വെച്ചിട്ടുണ്ട് കബേർഡ്സ് ഒക്കെ, ഈ ചെതലിന്റെ ശല്യം കാരണം താഴെയുള്ള വീട്ടുകാർക്ക് കുറച്ചൊക്കെ ഈ ചെതലിന്റെ ശല്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തടി മാറ്റിയിട്ട് അവർ ഈ കബേർഡ്സ് ഒക്കെ നമ്മുടെ ഇരുമ്പിന്റെ ആക്കി. കുറച്ചും കൂടെ ഡ്രോസ് ഒക്കെ കൂടുതലാട്ടോ അവിടുത്തെ കാട്ടിയും. സ്റ്റോറേജ് സ്പേസ് ഇവിടെ കുറച്ചും കൂടെ കൂടുതലുണ്ട്. അവിടുത്തെ സാധനങ്ങൾ അങ്ങനെ കൊണ്ട് ഇവിടെ വെക്കുക. അങ്ങനെ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ബാൽക്കണി കുറച്ചും കൂടെ നല്ലതാണ് ഇവിടുത്തെ കേട്ടോ. കുറച്ചും കൂടെ ഒരു വിസ്താരമുണ്ട്. പിന്നെ റോഡ് സൈഡിലാണ്. മറ്റേത് നമ്മൾ ഒതുങ്ങി മാറിയിരിക്കുന്നതായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല കേട്ടനൊക്കെ ഇടണം. കാരണം പുറത്ത് നിന്നാൽ നന്നായിട്ട് അകത്തോട്ട് കാണണം. നമ്മുടെ ഗ്ലാസ്സൊക്കെ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയ, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ലൈറ്റ് ഇട്ടാൽ. പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചത്. അവിടെ ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചേക്കുന്നത്. നമ്മുടെ അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ആയിരുന്നു. പക്ഷെ നമ്മളത് യൂസ് ചെയ്യത്തില്ലായിരുന്നു, മെഷീൻ വെച്ചിരുന്നത്. പക്ഷെ ഇപ്പം മെഷീൻ വെക്കാൻ സെപ്പറേറ്റ് നമ്മുടെ ആ ബാൽക്കണിയിൽ ഏരിയ ഉണ്ട്, കിച്ചൺ ബാൽക്കണിയിൽ. ഒരു റൂമിൻ്റെ ഇങ്ങോട്ട് നിന്നാൽ നമ്മുടെ അങ്കു പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. അവൻ്റെ വണ്ടിയൊക്കെ അവിടെ വരുന്നത്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. പ്ലം കേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ പാറു വാങ്ങിച്ചു തന്നതാണ്. നമ്മുടെ പ്ലം കേക്കൊക്കെ അവിടെ കിട്ടത്തുള്ളൂ. ഇത് ഞങ്ങൾ വരുന്ന വഴി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. തമിഴ്നാട്ടുകാരുടെ മിക്സ്ചർ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ കുറച്ച് കഴിച്ചു. നമ്മുടെ നാട്ടിലെ പ്ലം കേക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടത്തില്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അങ്കുവിന് ഇത് അത്ര താല്പര്യം ഇല്ലാത്തതാണ്. എൻ്റെയും രാക്കയുടെയും ഫേവറേറ്റാണ്. കാരണം ഇതിനകത്ത് കുറേ നമ്മുടെ മുന്തിരിങ്ങയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവന് പ്ലെയിൻ ആയിട്ടുള്ള കേക്കാണ് ഇഷ്ടം. എന്തായാലും അതും കഴിച്ചു. നമ്മുടെ തേനീച്ചക്കൂടിനോട് വൈ പറയാണ്. ആസിഡ് ഒഴിച്ചാൽ അതിനൊക്കെ കൊന്നുകളയാന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞ കേട്ടോ, നമ്മുടെ കമ്പനിയിൽ നിന്നുള്ളവർ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കൊല്ലല്ലേ, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നോക്കാം, പുകച്ചൊക്കെ നോക്കിയാൽ അത് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊല്ലാതെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടുന്ന് പോവല്ലേ. നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കുന്ന വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓരോന്നോരോന്ന് പറക്കി അവരതെല്ലാം എടുത്ത് കൊണ്ടുവെക്കണം കേട്ടോ. പക്ഷെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണം. മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിന് നമ്മൾ കൊടുത്തായിരുന്നെങ്കിൽ അവരെല്ലാം പാക്ക് ചെയ്ത് തരുമല്ലോ. പക്ഷെ ഇവിടുന്ന് അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെ വിളിച്ചിട്ട്, കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും പ്രത്യേകിച്ച് ഇല്ലല്ലോ. ലഞ്ച് കിച്ചടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരുവിധമൊക്കെ സാധനം പറക്കിക്കൊണ്ട് അവർ ട്രിപ്പ് പോയി കഴിഞ്ഞു. അപ്പോൾ അവരും ലഞ്ചിന് പോയ സമയത്ത് ഞാനും ഇത് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്കുവിൻ്റെ ഒക്കെ ഓഫീസിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ കഴിച്ചോളും. വെജിറ്റബിൾ കിച്ചടിയാ. ബാക്കിയും കൂടെ എല്ലാം ഓരോ കവറുകളിലും കാര്യങ്ങളും ഒക്കെ ആക്കി പെട്ടെന്ന് കൊടുക്കുകയാണ്. ഒന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. നാട്ടിൽ നിന്ന് വന്ന ആ ഒരു ക്ഷീണത്തിൽ തന്നെ ആയിരുന്നു. പക്ഷെ എന്തായാലും അങ്ങ് ഷിഫ്റ്റിങ് നടക്കട്ടെ. നമ്മുടെ ട്രിപ്പിന്റെ ബാക്കിയാട്ടോ. അപ്പം നമ്മൾ സൗത്ത് ഇന്ത്യ കയറിയതൊക്കെ കാണിച്ചു. ഇത് സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി വാങ്ങിച്ച് കഴിക്കുവാണ്.
കുടിക്കുകയാണ്, സോറി. നമ്മുടെ കോടമ്പാക്കം ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞ് ഒരു ഏരിയ കണ്ടു. കുറേ കോഫിയുടെ ഷോപ്പുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ എന്തായാലും നിർത്തിയിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട്. ഞാൻ അങ്ങനെ കോഫി കുടിക്കുന്ന ഒരാളല്ല, ഒരു കോഫി പ്രിയയും അല്ല. പക്ഷേ രാക്കേ പറഞ്ഞു ഇത് സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരെണ്ണം വാങ്ങിച്ച് കുടിക്കുക. ദേ ഇതാട്ടോ അപ്പോൾ നമ്മൾ നിർത്തിയ സ്ഥലം. ഇനി അങ്ങോട്ട് നമ്മുടെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ ദോശയൊക്കെ നമ്മുടേതായ ഒരുവിധം ടേസ്റ്റിൽ കിട്ടുന്ന ഏരിയയൊക്കെ ആണല്ലോ. കോഫിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ രാത്രിയായി, ചെറിയ മഴക്കോളുണ്ടായിരുന്നു, മഴ തൂളി തുടങ്ങിയായിരുന്നു. കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല രീതിയിൽ പെയ്യാനും തുടങ്ങി. നമ്മളിന്ന് തമിഴ്നാട് കയറി നിൽക്കാം, അതായത് കർണാടക തമിഴ്നാട് ബോർഡറിൽ എവിടെയെങ്കിലും നിൽക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെയൊക്കെ ഹോട്ടൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ഹോട്ടൽ കിട്ടിയതാണ്. കാരണം നമുക്ക് ഫാമിലി ആയിട്ട് താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തല്ലേ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിസ്താര എന്ന് പറഞ്ഞ് ഏകദേശം കർണാടക കഴിഞ്ഞ് തമിഴ്നാട് കയറിയ ഒരു ബോർഡർ ഏരിയയിലാണ് ഇത്. താരതമ്യേന നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാതെ രാവിലെ തന്നെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി ശരവണ ഭവനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പേടിക്കാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ കാരണം നമ്മൾ വേറെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ നിർത്തിയിട്ട് അവരുടെ റിസപ്ഷനിൽ പോയി ചോദിച്ച് അങ്ങനെ താമസിക്കാൻ ചൂസ് ചെയ്തത് കേട്ടോ. കാരണം രാക്കേ വന്ന റൂമൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാനും അങ്കുവും ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിൽ ഹോട്ടൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ഒരു കാട്ടുപ്രദേശം പോലെ ആയിരുന്നു. നമുക്കൊരു ദിവസം ഒന്ന് കിടക്കുക, പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വീട്ടിലോട്ട് പോവുക. ഒരു ശരവണ ഭവൻ ഇതിനോട് ചേർന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയിട്ട് അടുത്ത ശരവണ ഭവനോ എന്തെങ്കിലും ആനന്ദഭവനോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് എന്തായാലും രാവിലെ തന്നെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു സംഭവമാണിത്. ബോർഡറാണ്. കർണാടകയും തമിഴ്നാട് നമ്മൾ കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടത്തേക്കും വെച്ചൊരു നല്ല ഏരിയ ആയിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. അടുത്ത ശരവണ ഭവൻ കണ്ടു. അപ്പോൾ കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്ത്, പിന്നെ കോഫിയും ഞാനൊരു ചായയും. അങ്കുതേ വിശപ്പായെന്ന് തോന്നാന്. ഇവരുടെ സ്വീറ്റ്സിൻ്റെ കൂട്ടത്തിൽ കരിപ്പെട്ടിയും തേങ്ങയും കൊണ്ടുള്ളൊരു സ്വീറ്റ് പോളി, നമ്മുടെ ബോളി പോലെ, അതെന്തായാലും ആദ്യം ഞാൻ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഉഴുന്നുവട, സാമ്പാർ, ചട്നി, മസാല ദോശ. ശരവണ ഭവൻ സൂപ്പറാണ്. എല്ലാ ശരവണ ഭവനും ഒരേ ടേസ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ കയറിയത് ഒറിജിനൽ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്, വടയൊക്കെ നല്ല സൂപ്പറായിരുന്നു. രാക്കേ ഓർഡർ ചെയ്ത സ്ട്രോങ് കോഫി, എൻ്റെ ചായയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി. കുറച്ച് പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വന്നപ്പോൾ മലയും പാറക്കെട്ടും ഒക്കെ കുറച്ചും കൂടി ഒരു പച്ചപ്പ് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലോട്ട് കയറുമ്പോൾ നല്ല സൂപ്പർ പച്ചപ്പാ. ഇത് തമിഴ്നാടിൻ്റെ ആ ഒരു ചെറിയ പച്ചപ്പാ. എന്തായാലും നാട്ടിലോട്ട് എത്തുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഇനി നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ വീട്ടിലാണ്. പാറുൻ്റെ വീട്ടിലാണ് ആദ്യം പോകുന്നത്. ഞാൻ കാണിച്ചായിരുന്നല്ലോ അതൊക്കെ നേരത്തെ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.